കഴിഞ്ഞ 47 വർഷമായി ഇറാനെ തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ഇത് പറയുന്നത് ഇറാനല്ല, മറിച്ച് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. ലോകത്തെ വിറപ്പിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പരസ്യമായ പരാജയ സമ്മതത്തിന് ഇറാന്റെ മണ്ണിൽ നിന്ന് ഇടിമുഴക്കം പോലുള്ള മറുപടിയാണ് വന്നിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പരിഹാസത്തോടെ ലോകത്തോട് വിളിച്ചു പറയുന്നു. ട്രംപ് സ്വന്തം ജനതയോട് പരാതി പറയുകയാണ്. ഇതൊരു നല്ല ഏറ്റുപറച്ചിലാണ്. ട്രംപെ, എഴുതി വെച്ചോളൂ, ഇനി വരാനിരിക്കുന്ന കാലത്തും ഇറാനെ തൊടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ജനീവയിൽ നയതന്ത്രജ്ഞർ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ലോകത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാൻ താൽക്കാലികമായി ഹോർമുസ് കടലിടുക്ക് അടച്ചു പൂട്ടിയിരിക്കുകയാണ് എന്നാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഇത് വെറും ഒരു ചർച്ചയില്ല, മറിച്ച് തത്സമയ വെടിവെപ്പ് അഭ്യാസങ്ങളിലൂടെ തങ്ങളുടെ സൈനിക കരുത്ത് അമേരിക്കയ്ക്ക് നേരിട്ട് കാട്ടിക്കൊടുക്കുകയാണ് ടെഹ്റാൻ. ലോകത്തെ 20% എണ്ണ കടന്നു പോകുന്ന ഈ പാത അടച്ചതിലൂടെ തങ്ങളെ ഭീഷണിപ്പെടുത്താൻ നോക്കിയാൽ ലോക സാമ്പത്തിക രംഗത്തെ തന്നെ നിശ്ചലമാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ അടിവരയിട്ട് പറയുന്നു. ഇതാണ് ഇറാന്റെ ശൈലി. ഒരു കൈയിൽ സമാധാനത്തിന്റെ കരാറും മറുകൈയിൽ ലോഡഡ് മിസൈലുകളും. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ നിരത്തുമ്പോൾ, ഗൾഫ് മേഖലയെ യുദ്ധക്കപ്പലുകൾ വളയുമ്പോൾ ലോകം ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്: നമ്മൾ ഒരു മഹായുദ്ധത്തിന്റെ മുനമ്പിലാണോ, അതോ ചരിത്രപരമായ ഒരു സമാധാന കരാറിലേക്കാണോ നീങ്ങുന്നത്? ഇറാന്റെ പക്കൽ ആണവോർജം ഉണ്ടാകരുത് എന്ന വാശിയോടെ ട്രംപ് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഖമേനി നൽകുന്ന മറുപടി ശ്രദ്ധേയമാണ്. ചർച്ചയ്ക്ക് മുൻപേ ഫലം തീരുമാനിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഇറാൻ അമേരിക്കയെ വിസ്മയിപ്പിക്കുകയാണ്. വെറും ഒരു ആണവ കരാറിന് അപ്പുറം കോടിക്കണക്കിന് ഡോളറിന്റെ ബിസിനസ് വാഗ്ദാനങ്ങളുമായി ട്രംപിന്റെ ബിസിനസ് ബുദ്ധിയെ പോലും വെല്ലുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഇറാൻ ജനീവയിൽ പുറത്തെടുത്തിരിക്കുന്നു. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് ഇറാന്റെ കരുത്തിനെ തടയാനാകുമോ? ലോകത്തെ വിറപ്പിക്കുന്ന ഉപരോധങ്ങൾ കൊണ്ട് ഇനിയും മറ്റൊരു രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ വിലക്കെടുക്കാൻ കഴിയുമോ? ഭീഷണികൾക്ക് മുന്നിൽ കീഴടങ്ങുന്ന ചരിത്രം ഇറാനില്ലെന്ന് ടെഹ്റാൻ വീണ്ടും തെളിയിക്കുകയാണ്. ജനീവയിലെ ചർച്ചാ മേശയിലേക്ക് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാഗ്ചി എത്തിയത് വെറും കൈയോടെയല്ല. ഭീഷണികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നത് തങ്ങളുടെ നിഘണ്ടുവിലില്ല എന്ന ഉറച്ച പ്രഖ്യാപനവുമായാണ് അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ കാലുകുത്തിയത്. ട്രംപ് തന്റെ വിശ്വസ്തരായ ജാരഡ് കുഷ്ണറെയും സ്ലീവ് വിറ്റ്കോഫിനെയും അയച്ച് സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുമ്പോൾ ഇറാൻ വളരെ വ്യക്തമായ ഒരു സന്ദേശം നൽകുന്നു: ചർച്ചകൾ തുല്യ നിലയിലായിരിക്കണം. കഴിഞ്ഞ ജൂണിൽ ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചതിലൂടെ അമേരിക്ക കാട്ടിയത് ഭീരുത്വമാണെന്നും അത്തരം വിരട്ടലുകൾ കൊണ്ട് ഇറാന്റെ നയങ്ങളെ മാറ്റാനാവില്ലെന്നും ടെഹ്റാൻ അടിവരയിട്ട് പറയുകയാണ്. അമേരിക്കയുടെ ചർച്ചാ തന്ത്രങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ഖമേനി സംസാരിച്ചത്. ഇറാൻ ആണവോർജം ഉപേക്ഷിക്കണം എന്ന മുൻധാരണയോടെ ചർച്ചയ്ക്ക് വരുന്നത് വിഡ്ഢിത്തമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ ഫലം തീരുമാനിച്ചുറപ്പിക്കുന്നത് നയതന്ത്രമല്ലെന്നും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ വിഡ്ഢിത്തം വിജയിക്കില്ലെന്നും ഖമേനി ഓർമ്മിപ്പിച്ചു. ഇറാന്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ ജനീവയിലേക്ക് എത്തുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ പേടി ഇറാന്റെ മിസൈൽ ശേഖരമാണ്. ചർച്ചകളിൽ ഈ മിസൈലുകളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വാഷിംഗ്ടൺ വാശി പിടിക്കുമ്പോൾ ഇറാൻ അത് ചർച്ചാ മേശയ്ക്ക് പുറത്ത് നിർത്തിയിരിക്കുന്നു. കാരണം രാജ്യത്തിന്റെ പ്രതിരോധം ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച നിലപാടിലാണവർ. ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്ന് ആവർത്തിക്കുമ്പോഴും തങ്ങളെ ആക്രമിക്കാൻ വരുന്നവർക്ക് തിരിച്ചടി നൽകാനുള്ള മിസൈൽ ശേഷി ഇറാന്റെ പരമാധികാരത്തിന്റെ ഭാഗമാണ്. ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു.
ലോകമെമ്പാടുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വലിയ ഊർജമാണ് ഇത് നൽകുന്നത്. സമാധാനം ആഗ്രഹിക്കുന്നത് ഇറാൻ ആണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ അവർക്ക് സാധിച്ചു എന്നതാണ് മറ്റൊരു കാര്യം. അമേരിക്കൻ പ്രതിനിധികളെ കാണുന്നതിന് മുൻപ് തന്നെ IAEA മേധാവി റാഫേൽ ഗ്രോസിയെ കണ്ട് ചർച്ച നടത്തിയത് ഇതിന്റെ ഭാഗമാണ്. ആണവ സമ്പുഷ്ടീകരണം കുറയ്ക്കാനും അന്താരാഷ്ട്ര നിരീക്ഷകർക്ക് കൂടുതൽ അനുമതി നൽകാനും ഇറാൻ തയ്യാറാണ്. 2015 കരാറിനേക്കാൾ വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്ന് പറയുമ്പോഴും തങ്ങൾ നിഷ്കളങ്കരല്ലെന്ന് ഇറാൻ ഓർമ്മിപ്പിക്കുന്നു. മുമ്പ് കരാറുകൾ ലംഘിച്ച ചരിത്രം അമേരിക്കയ്ക്കുള്ളപ്പോൾ ഇത്തവണ കൂടുതൽ ജാഗ്രതയോടെയാണ് ഇറാൻ കരുക്കൾ നീക്കുന്നത്. അമേരിക്ക അനധികൃതമായി തടഞ്ഞു വെച്ചിരിക്കുന്ന ഇറാന്റെ കോടിക്കണക്കിന് ഡോളർ തിരികെ ലഭിക്കുക എന്നത് ഇറാന്റെ അവകാശമാണ്. ദക്ഷിണ കൊറിയയിൽ നിന്ന് പണം മാറ്റി മറ്റൊരു ബാങ്കിൽ ബ്ലോക്ക് ചെയ്യുന്ന പഴയ നാടകം ഇനി നടക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ പണം റിലീസ് ചെയ്താൽ മാത്രമേ ചർച്ചകൾ മുന്നോട്ട് പോകൂ. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് ജനീവയിൽ നടക്കുന്നത്. എന്തുകൊണ്ടാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനെ ഇത്രയധികം ഭയപ്പെടുന്നത്? അതിന്റെ ഉത്തരം ഹോർമുസ് കടലിടുക്ക് എന്ന ഈ ചെറിയ കടൽപ്പാത തന്നെയാണ്. ലോകത്തിന്റെ ഊർജ ഭൂപടത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ചോക്ക് പോയിന്റ് ആണിത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഇറാൻ അതിന്റെ ഉത്തരം കടലിൽ നൽകി കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്കിൽ IRGC നടത്തുന്ന സൈനികാഭ്യാസം വെറും ഒരു പ്രകടനമല്ല. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ സിംഹഭാഗവും നിയന്ത്രിക്കുന്ന ഈ പാത അടച്ചുപൂട്ടാൻ ഇറാന് മിനിറ്റുകൾ മതി. അമേരിക്കൻ സൈനിക താവളങ്ങൾ തങ്ങളുടെ മിസൈൽ പരിധിയിലാണെന്ന സത്യം വാഷിംഗ്ടണിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ഒരു പ്രാദേശിക യുദ്ധമുണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം അമേരിക്കയ്ക്ക് തന്നെയാണെന്ന് ആയത്തുള്ള ഖമേനി നൽകിയ മുന്നറിയിപ്പ് ജനീവയിലെ ചർച്ചകളിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ പാതയിൽ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ചാനലിന് വെറും 3 കിലോമീറ്റർ മാത്രമാണ് വീതിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കപ്പൽ തടഞ്ഞാൽ പോലും ലോകത്തെ എണ്ണക്കടത്ത് പൂർണ്ണമായും നിലയ്ക്കും. ലോകത്ത് ഉപയോഗിക്കുന്ന എണ്ണയുടെ ഏകദേശം 20% ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾക്ക് ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഈ പാതയുടെ സിംഹഭാഗവും ഇറാന്റെ നിരീക്ഷണ പരിധിയിലാണ്. അതുകൊണ്ട് തന്നെ തങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ഹോർമുസ് അടച്ചുപൂട്ടുമെന്ന ഇറാന്റെ ഭീഷണി ഏറെ ഗൗരവമുള്ളതാണ്. സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ തളരാതെ ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുന്ന ഇറാന്റെ ഈ പോരാട്ടം വിജയിക്കുമോ? ട്രംപിന്റെ ഭീഷണികളെ ഇറാൻ അതിജീവിക്കുമോ? ജനീവയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇറാന്റെ നയതന്ത്ര നീക്കങ്ങൾ എത്രത്തോളം കൃത്യമാണെന്ന് തെളിയിക്കുന്നതാണ്. ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി നൽകുന്ന സൂചനകൾ പ്രകാരം ചർച്ചകൾ അതീവ ഗൗരവത്തോടെ പുരോഗമിക്കുകയാണ്. മധ്യസ്ഥനായ ഒമാൻ വിദേശകാര്യ മന്ത്രി വഴി ഇരു രാജ്യങ്ങളും തങ്ങളുടെ കൃത്യമായ നിലപാടുകൾ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ശ്രദ്ധേയമായ കാര്യം ഇറാന്റെ ഹോംവർക്കാണ്. അമേരിക്കൻ പ്രതിനിധികളെ കാണുന്നതിന് മുൻപ് തന്നെ ഇറാൻ IAEAയുമായി ചർച്ചകൾ പൂർത്തിയാക്കി. ഇന്ന് അമേരിക്കൻ പ്രതിനിധികൾ IAEA ഡയറക്ടറുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ച വിട്ടുവീഴ്ചകൾ എത്രത്തോളം പ്രായോഗികമാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. എന്നാൽ ചർച്ചാ മുറിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇറാന്റെ പോരാട്ടം. ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത, എന്നാൽ ലോക സമാധാനത്തിനായി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായ ഒരു ഇറാന്റെ മുഖമായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഉച്ച കഴിഞ്ഞും നീളുന്ന ഈ ചർച്ചകൾ ഒരു പുതിയ കരാറിലേക്ക് വഴി തുറക്കുമോ എന്ന് ലോകം ശ്വാസമടക്കി കാത്തിരിക്കുകയാണ്.